അന്വേഷിക്കുന്നു സാർ. ഇല്ല സാർ, തട്ടിയവരെ കിട്ടിയിട്ടില്ല. രാത്രിയായിരുന്നു സാർ. കൂടാതെ ആ ഭാഗത്ത് CCTV ദൃശ്യങ്ങളൊന്നും അവൈലബിൾ അല്ല സാർ. ഞാൻ മോർച്ചറിന് മുന്നിൽ തന്നെയുണ്ട്. റിപ്പോർട്ട് ചെയ്യാം സാർ. സാർ ഓക്കെ സാർ. ആലിഞ്ഞൂട്ടിലെ 2 ഓട്ടോ ഡ്രൈവർമാരാണ്. ഇതേക്കാൾ ഓപ്പോസിറ്റ് ഞാൻ ആനന്ദൻ. ശരി, നിങ്ങൾ എന്താണ് ഇവിടെ? സാറേ, ഇന്നലെ ആക്സിഡന്റായി മരിച്ചാണ്. ഇദ്ദേഹത്തിന്റെ മകനാണ്. എനിക്കെന്റെ മകനെ കാണാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല. ഇംഗ്ലീഷിൽ നടക്കുകയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ എത്തിക്കാം. അതിന് രാഷ്ട്രസേവനത്തിന് വിശിഷ്ടമഴ കിട്ടിയ മഹാനൊന്നും അല്ലാത്ത നടക്കുന്നു. കുറെ നാളായി അവൻ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ആക്സിഡന്റായ ബൈക്കിൽ നിന്ന് കിട്ടിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മയക്കുമരുന്നുകളാണ്. ആക്സിഡന്റ് ഒന്നും ആയിരിക്കില്ല, അവന്റെ എതിരാളികളെ തട്ടിയതാവും. മക്കളെ തല്ലി വളർത്താത്ത തന്ത ഇവിടെ വന്ന് കിടന്ന് മോങ്ങിട്ടെത്ത കാര്യം ഞാൻ വിളിക്കാം. മിസ്റ്റർ ആനന്ദൻ, ഞാൻ വിളിക്കും. വിളിപ്പിക്കുമ്പോൾ മാത്രം വൈകിട്ട് മയക്കുമരുന്നോ? ഹോസ്പിറ്റലിൽ അറിഞ്ഞിരുന്നോ മകന്റെ ഏർപ്പാടൊക്കെ? അറിഞ്ഞിരുന്നത് എന്റെ മകൻ കാനഡയിൽ പോകുന്നല്ലേ പറഞ്ഞു. അവന്റെ പോക്കൊക്കെ എന്തായി? അത് എന്തായി അന്വേഷിക്കേ? അതാ കാര്യം. അതെ, അത് തന്നെയാണ് കാര്യം. മക്കളെ ആവശ്യപ്പെട്ടതെല്ലാം മക്കൾക്ക് വാങ്ങിക്കൊടുക്കണം. മനസ്സുകൊണ്ട് കണ്ണിമ വെട്ടാതെ അവർക്ക് കാവൽ നിൽക്കണം. അല്ലെങ്കിൽ ഇതുപോലെ മോർച്ചറിയിൽ പോയിട്ട് ശവങ്ങളായി, വിലയില്ലാത്ത ശവങ്ങളായി മാറും മക്കൾ. അല്ല, എവിടെയാ നമുക്ക് കിടക്കുന്നത്? നമ്മള് കാണുന്ന നായിന്റെ മോനെ അല്ല, ഓനെ കാണുന്ന നായ നിങ്ങളുടെ മക്കൾക്ക് തന്നു. ഓ, ഈ വിഷമിരുന്ന് ഞമ്മത് 10ാം ക്ലാസ് പഠിക്കുന്ന പേരക്കുട്ടി, ആ കുട്ടിക്ക് വിഷമരുന്ന് കൊടുത്ത എമിലീസാണ് ഈ തെങ്ങുപ്പാൻ. അവസാനം ആ വിഷമരുന്ന് വാങ്ങാൻ കാര്യമില്ലാതെ മോഷണം തുടങ്ങിയിട്ടും കുട്ടി നശിച്ചുപോയി. നശിക്കും. അവന് തേങ്ങ കൊടുത്ത് അവളെ താത്തി പടച്ചോ നമ്മളെ പ്രാർത്ഥന കേട്ടിട്ട്. അതുകൊണ്ടല്ല ഈ ചേലിക്കോ കിടക്കണത്. നിങ്ങൾക്ക് രണ്ടാമത്തെ വന്നേക്കോ? ഞങ്ങളെ ഒന്ന് തട്ടി വിടോ? നിങ്ങൾ ആരാണ്? നമുക്ക് ഓരോന്ന്
നിങ്ങൾ ആരാവും? വിമതവാദി. ഒരു ആളെ. നമ്മളിവിടെ ഇല്ലാടാ ഓനെ കുത്തിക്ക് തുന്നി കെട്ടി പൊതിഞ്ഞ് കെട്ടിയില്ല കൊണ്ടില്ല ആ പെണ്ണെ ലോ, നിനക്ക് അകത്ത് പോയി കിടക്കണം. എണീക്കണം. മാറിക്കോ. വേണ്ട വേണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. നമുക്കൊന്ന് കാണണ്ടവരെ. വേണ്ട, ഞാൻ എന്തിനു കാണണം? സാറ് പറഞ്ഞല്ലോ അവനെ തട്ടിയതാണെന്ന്. നേരാണ്, അവനെ തട്ടിയതാണ്. അവന്റെ എതിരാളികളല്ല, ഈ അപ്പൻ, അവന്റെ ഈ അപ്പൻ. എന്താ നീ പറയുന്നത്? അവൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് അറിഞ്ഞപ്പോൾ ഉപദേശിച്ചു, ശാസിച്ചു, തല്ലി. അവസാനം അവൻ എന്നെ തല്ലാൻ തുടങ്ങി. പിന്നെയാണ് അറിഞ്ഞത് അവൻ നിന്റെ ഉപയോഗം മാത്രമല്ല, അവന് നിന്റെ വിൽപ്പനക്കാരൻ കൂടിയായിരുന്നു. ഇതുപോലെയുള്ള എത്ര പേരുടെ പാപം ഞാൻ എന്റെ തലയിൽ ചുമക്കണം. എത്ര കുടുംബങ്ങളെ അവൻ നശിപ്പിച്ചത്. അങ്ങനെ ഇന്നലെ ഓട്ടത്തിൽ തിരിച്ചു വരുന്നു. എന്റെ വണ്ടിയുടെ മുന്നിൽ അവൻ കച്ചവടം കഴിഞ്ഞു ബൈക്കിൽ തിരിച്ചു വരുന്നു. എന്റെ സകല നിയന്ത്രണങ്ങളും തെറ്റി. പക, ദേഷ്യം, സങ്കടം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ കണ്ണിലേക്ക് ഇരുട്ട് ഇരച്ചു കയറി. ഞാൻ എന്റെ വണ്ടി രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവന്റെ വണ്ടിയിലേക്ക് ഇടിച്ചു കയറ്റി. ഇതല്ല പോകുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും പറ. ഞാൻ ചെയ്തു തെറ്റാണോ? ഒന്നും പറ. ഒന്ന് നശിച്ചാൽ വേറൊന്നിന് വേറെ കുറെ കുടുംബങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദയവ് ചെയ്ത് അനുകരിക്കല്ലേ, അനുകരിക്കല്ലേ. ഇത് എന്റെ മാത്രം മറ്റം പുതിയ ഗതികെട്ട് മരവിച്ചു പോയ ഒരു തന്തയുടെ